students, welcome back to Future Plus Academy. Sri Narayanaguru Open University second year PG students in there. എക്സാമിനുള്ള രജിസ്ട്രേഷന്റെ ലിങ്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള കുറച്ച് കൂടുതലായിട്ടും ഒരു നോട്ടീസ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. സോ 2022 PG അഡ്മിഷൻ എടുത്ത് ഇംഗ്ലീഷ് മലയാളം MA ഇംഗ്ലീഷ് MA മലയാളം സ്റ്റുഡൻസിന്റെ ആണ് എക്സാമിനേഷൻ വന്നിട്ടുള്ളത്. അതായത് അവരുടെ സെക്കൻഡ് ഇയറിൽ തേർഡ് സെമിസ്റ്റർ ആണ്. അപ്പം തേർഡ് സെമിസ്റ്റർ എക്സാമിനേഷന് ആക്ച്വലി വന്നിട്ടുള്ളത് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സൈറ്റിൽ തന്നെ ലിങ്ക് ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷനുള്ള ഫീസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് ഫൈന് നിങ്ങളോട് വിത്തൗട്ട് ഫൈന് നിങ്ങളോട് ഈ ജൂലൈ മാസം 25-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. വിത്ത് ഫൈൻ ആണെങ്കിൽ 200 രൂപ കൂടെ നിങ്ങൾക്ക് ഓഗസ്റ്റ് 1 വരെ പറ്റും. സൂപ്പർ ഫൈൻ ആണെങ്കിൽ ഓഗസ്റ്റ് 4 വരെ 500 രൂപ കൊടുക്കണം. പരീക്ഷ അടുത്ത മാസം 11-ാം തീയതിയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പം നിലവിൽ ടൈം ടേബിൾ വന്നിട്ടുള്ളത്. സോ അപ്ലിക്കേഷൻ ഫീ 70 പെർ സെമസ്റ്റർ, എക്സാം രജിസ്ട്രേഷൻ ഫീ 150 രൂപ, മാർക്ക് ലിസ്റ്റിന് ഫീ 100 രൂപ, CV ക്യാമ്പ് ഫീ 75 രൂപ. അങ്ങനെയാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ 1295 രൂപ ആണ് നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ടും നിങ്ങൾ സെമസ്റ്റർ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടത് വിത്തൗട്ട് ഫൈൻ ആണെങ്കിൽ. വിത്ത് ഫൈൻ ആണെങ്കിൽ 200 രൂപ കൂട്ടി 1495 ആണ്. അതുപോലെ തന്നെ സൂപ്പർ ഫൈനോട് കൂടിയാണെങ്കിൽ 1795 രൂപ കൊടുത്ത് നിങ്ങൾ അടയ്ക്കണം. ഇത്രയാണ് നമുക്ക് ഫീസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നത്. ഇനി അതിന്റെ കൂടെ തന്നെ ടൈം ടേബിളിനെ കുറിച്ച് പറയുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓൺലൈൻ ആയിട്ട് തന്നെയാണ്. മറ്റ് യാതൊരു സൈറ്റ് വഴിയും ഫീസ് കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഡ്മിറ്റ് കാർഡിന്റെ കാര്യം, അതൊക്കെ നിങ്ങൾ മുന്നേ പരീക്ഷ എഴുതിയതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചെല്ലാം കാര്യമായിട്ട് അറിവുണ്ടാവും. നമുക്കിപ്പം 2022 അതായത് ഫസ്റ്റത്തെ അഡ്മിഷൻ എടുത്ത കുട്ടികളാണ് ഇവർ യൂണിവേഴ്സിറ്റിയുടെ. അപ്പൊ അതിൽ നമ്മൾ കൊടുത്തിരുന്ന കോഴ്സുകൾ MA ഇംഗ്ലീഷും MA മലയാളവും മാത്രമാണ്. അപ്പം നമ്മളിപ്പം ഈ തേർഡ് സെമസ്റ്ററിലേക്ക് നമ്മൾ വരുമ്പം MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പരീക്ഷ 11-ാം തീയതി നിങ്ങൾക്ക് ലിറ്റററി തിയറി ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രം 1946 ടു ദ പ്രസന്റ് 18-ാം തീയതി, ആഫ്രിക്കൻ ആൻഡ് കരീബിയൻ ലിറ്ററേച്ചർ 25-ാം തീയതി, പിന്നെ യൂറോപ്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സെപ്റ്റംബർ 1-ാം തീയതിയും, ഇംഗ്ലീഷ് ഫോർ അക്കാഡമിക് പേർപ്പസും സെപ്റ്റംബർ 9-ാം തീയതിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീൽഡ് വർക്ക് ആണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരീക്ഷയില്ല, അതിന്റെ മറ്റ് ഇന്റേൺഷിപ്പും കാര്യങ്ങളാണ്. ഇനി MA മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ ആണെങ്കിൽ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ 11-ാം തീയതി തുടങ്ങുന്നു, വൈദേശിക സാഹിത്യ സിദ്ധാന്തങ്ങൾ 18-ാം തീയതി, എല്ലാം ഓഗസ്റ്റ് മാസത്തിലാണ് കേട്ടോ. പിന്നെ മാധ്യമ പഠനം ചലച്ചിത്ര പഠനം 25-ാം തീയതി, ഫോക്ലോർ അതുപോലെ തന്നെ 9-ാം തീയതി അതായത് സെപ്റ്റംബർ 1-ാം തീയതിയിലേക്ക് വരുന്നു. പിന്നെ ഇന്റേൺഷിപ്പും ഫീൽഡ് വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് പരീക്ഷയില്ല എന്ന് പറഞ്ഞു. ഇതാണ് നിങ്ങളുടെ ടൈം ടേബിൾ വരുന്നത്. പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി സ്റ്റുഡന്റ് പോർട്ടൽ പഠിതാക്കളുടെ കൈവശമുള്ള ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം ഡാഷ്ബോർഡിലുള്ള പരീക്ഷ രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പരീക്ഷ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഡാഷ്ബോർഡിൽ എല്ലാ കോഴ്സുകളും സെലക്ട് ചെയ്ത നിലയിലായിരിക്കും കാണുക. അതിൽ പഠിതാക്കൾ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. പഠിതാവ് നൽകിയ ഓപ്ഷനുകൾ ശരിയാണോ എന്ന് നോക്കുവാൻ പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് തെറ്റുകളില്ലെങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പഠിതാക്കളുടെ പഠനത്തിനായി തിരഞ്ഞെടുത്ത കോഴ്സുകൾ തന്നെയാണോ ഡാഷ്ബോർഡിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ പേയ്മെന്റിന്റെ കാര്യങ്ങൾ, പേയ്മെന്റ് വിൻഡോയിൽ കയറി 10 മിനിറ്റിനുള്ളിൽ പേയ്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. സാധിച്ചില്ലെങ്കിൽ വീണ്ടും എക്സാം സെന്റർ സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷന്റെ നടപടികൾ പൂർത്തീകരിച്ച ശേഷം സർവകലാശാല നിശ്ചയിച്ചിരിക്കുന്ന തീയതിക്കുള്ളിൽ എക്സാം സെന്ററിൽ മാറ്റം വരുത്താവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എക്സാം സെന്റർ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ എക്സാമിന്റെ സമയത്ത് പാലിക്കേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ MA ഇംഗ്ലീഷ് തേർഡ് സെമസ്റ്ററിന്റെയും MA മലയാളം തേർഡ് സെമസ്റ്ററിന്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ ആർക്കെങ്കിലും ക്ലാസ്സുകളിൽ പങ്കെടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.